നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എയെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും എയുടെ ബേസിക് കാര്യങ്ങൾ അറിയാവുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്വാൻസ് ടോപ്പിക്കിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് എ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? അപ്പൊ എ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറയുന്നത് എക്സാമിന് എന്താണ് എ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഒറ്റ ബാക്കി പറയുവാണെങ്കിൽ മനുഷ്യന്റെ ബ്രെയിൻ അത് ചെയ്യുന്ന അതായത് ഡ്യൂട്ടി നമ്മൾ ആരെയും ചെയ്യിപ്പിക്കുന്നത് മെഷീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ എ എന്ന് പറയുന്നത്. ഇനി അപ്പൊ അവിടെ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് ഇപ്പൊ നമ്മൾ ടൈമാണ് മെഷീൻ ലേണിംഗ്. കേട്ടില്ലേ? മെഷീൻ ലേണിംഗ്. അപ്പോൾ മെഷീൻ ലേണിംഗിന്റെ ബേസിലേക്ക് പോകണമെങ്കിൽ ആദ്യം നമുക്ക് എയുടെ വർക്കിംഗ് മെത്തേഡ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ നമുക്ക് ഡ്രൈവിംഗ് സ്കിൽ നമുക്ക് ഓൾറെഡി ജനിക്കുമ്പോൾ നമുക്കില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാളുടെ സഹായത്തോടുകൂടി നമ്മൾ പഠിച്ചിരുന്ന സ്കില്ലാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്ന സ്കിൽ അല്ലേ? അപ്പോൾ ഡ്രൈവിംഗ് നമ്മൾ പഠിച്ച് ലൈസൻസ് കിട്ടിയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, സ്വയമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കും. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ ഫീച്ചർ ആണ്. നമുക്കറിയാം ഫ്രണ്ട് ഒരു വണ്ടി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ചവിടണം. എന്തെങ്കിലും ബ്രേക്ക് ചവിടണം എന്നുള്ളത് നമുക്ക് ആർക്കും പറഞ്ഞുതരാൻ പറ്റില്ല. നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ അത് കിട്ടിയത്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ പുതിയ പുതിയ നോളജ് ക്യൂർ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോർ ചെയ്യും. നമ്മൾ കറി ഉണ്ടാക്കാൻ പഠിക്കുന്നു, കറിക്കകത്ത് നമ്മൾ പറയും ഉപ്പിടണം മുളകിടണം പറയും. പക്ഷെ എന്തായാലും ഇടണം നമ്മൾ ഇറങ്ങി പറയാൻ വേണ്ടി ഒരു സ്പൂൺ ഇട്ടോ 2 സ്പൂൺ ഇട്ടോ പറയും അല്ലേ? നമ്മൾ എന്ത് ചെയ്യും, ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അതിലേക്ക് കണ്ടന്റ് ആഡ് ചെയ്യും. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ കുറവാണ്, കുറച്ചുകൂടി ഇടണം. ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. അപ്പൊ 2-3 പ്രാവശ്യം ഒരേ അളവ് കറികൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അടുത്ത പ്രാവശ്യം കറി ഉണ്ടാകുമ്പോൾ ഇത്ര ഉപ്പിട്ടാൽ മതി, ഇത്ര മുളക് ഇട്ടാൽ മതി, നമുക്ക് ഓട്ടോമാറ്റിക് ആയിരിക്കും, അത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ എന്താണ്, നമ്മൾ അക്യൂർ ചെയ്തൊരു നോളജ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതേ ഫീച്ചർ നമ്മൾ എങ്ങോട്ട് കോപ്പി അടിക്കാനായിട്ട് പോവാണ്, വിഷനിലേക്ക് മാറ്റാനായിട്ട് പോവാണ്. അവിടെയാണ് നമ്മൾ ഏതൊരു വർക്കിംഗ് പ്രിൻസിപ്പിൾ അറിയുന്നത്. ഓക്കെ, അതിൽ ആദ്യം നമുക്ക് ഡ്രൈവിംഗ് അറിയാം, നമ്മൾ അത്യാവശ്യം വണ്ടി